ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ നുറുക്ക്. സാധാരണയായിട്ട് കപ്പ നുറുക്കിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കപ്പ വേവിച്ചതെന്നാണ്. ഓരോ നാട്ടിലും അതിന് ഓരോരോ പേരായിരിക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് മത്തിക്കറിയാണ്. നല്ല രസമായിരിക്കും കഴിക്കാൻ. നമുക്കത് ഉണ്ടായതിന് ശേഷം നോക്കാം. എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഫ്രഷ് മത്തിയാണ്. ഫ്രഷ് മത്തി ഇവിടെയുണ്ട്. പിന്നെ കപ്പ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിപ്പുണ്ട്. പിന്നെ ആണെങ്കിൽ കുടംപുളി ഒരു 4-5 കുടംപുളി എടുക്കണം. പിന്നെ കാശ്മീരി ചില്ലിയുണ്ട്, ഗ്രീൻ ചില്ലിയുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ സ്പെഷ്യലായിട്ട് ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് ചീത്തയായി പോകും. നമുക്ക് 2-3 ദിവസം ഉപയോഗിക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല. മത്തിക്കറി എടുത്ത് വെളിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന മത്തിക്കറി നമുക്ക് ഒരു 3-4 ദിവസം വെളിയിൽ വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ചട്ടി എടുത്തു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് കംപ്ലീറ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം അതിലേക്ക് കരിയാപ്പില ഇടണം. പിന്നെ ഗ്രീൻ ചില്ലി. സാധാരണ നാട്ടിൽ മാവിൻ്റെ ഇല ഇട്ടിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ കറിവേപ്പിലയാണ് ഇടുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് മീൻ നമ്മൾ എടുത്ത് വെക്കണം. ഇപ്പം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ വീണ്ടും കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഇഞ്ചി, നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയാണ്. അത് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി ഒരു ലെയറായിട്ട് നമ്മൾ ഇടണം. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് വിതറുക. ഒരു 1/2 സ്പൂണ് ഉപ്പ്. ഇതിനെ നമ്മളൊരു 15 മിനിറ്റ് അടച്ച് വെക്കുക. മത്തിക്ക് വേണ്ടുന്ന ഗ്രേവി റെഡിയാക്കുകയാണ്. നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. പാൻ വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മളതിലേക്ക് കരിയാപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മളതിനെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂണ് ഉലുവ, ഉലുവായിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കണം. അത് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുക.
ഞാൻ മുമ്പ് കുറച്ച് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒഴിക്കും അതിൻ്റെ അകത്ത്. മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം നമുക്ക്. സ്പൂണിട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കുക. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞത് ഇടുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മീനിൻ്റെ മുളകിൻ്റെ ഗ്രേവി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളത് അടച്ച് കുറച്ച് നേരം വെക്കുക. നമ്മളൊരു 5 മിനിറ്റ് ഇത് വെറുതെ വെച്ചായിരുന്നു. അതിനുശേഷം കൈകൊണ്ട് പെതുക്കെ ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചാൽ മതി. അപ്പം ആ സമയത്ത് നമ്മളുടെ കപ്പ നമുക്ക് റെഡിയാക്കാം. ഇടയ്ക്ക് നമ്മൾ മീനൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 4 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അതിനെ വേവിക്കാൻ വെക്കണം. അടുത്തായിട്ട് നമ്മൾ കപ്പ വേവിക്കാൻ പോവുകയാണ്. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ മീൻ കറി റെഡിയായി വരുന്നുണ്ട്. അത് നല്ല മണമൊക്കെ വരുന്നുണ്ട് മീൻ കറിയിൽ നിന്ന്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. കുക്കറിൽ നമ്മൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 വിസിലടിക്കുന്നത് വരെ ഒന്ന് അടച്ചു വെക്കുക. മീൻ വെന്ത് വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കെടുത്തിട്ട് ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ആ മുളകും എല്ലാം മീൻ്റെ അകത്ത് നല്ലതായിട്ട് പിടിക്കും. നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കുകയാണ്. അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെക്കുക. ചട്ടിയിലിരുന്നിട്ട് അത് കുറച്ച് പറ്റി അത് റെഡി ആയിക്കോളും. അടുത്തത് കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. അതിനുവേണ്ടി മിക്സി ജാറിൽ 4 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ജീരകം, കുറച്ച് കരിവേപ്പില എടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ കപ്പ റെഡിയായി വരുന്നുണ്ട്. മീൻ ഓൾറെഡി റെഡിയാണ്. നമ്മളിതിനെ അടുത്ത പരിപാടി നമ്മളിതിനെ ചതച്ച് എടുക്കുക. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ ഇടിച്ച് ചതച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് ചമ്മന്തി ചതയ്ക്കുന്ന ഒരു ചെറിയ ഇതുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ പെതുക്കെ ഇത് ഇടിച്ചെടുക്കും. കപ്പ അത്യാവശ്യത്തിന് ചതച്ചിട്ടുണ്ട്. പണ്ട് കാലത്താണെങ്കിൽ നാട്ടിൽ ഇത് തുടുപ്പ് ഉപയോഗിച്ചായിരുന്നു ചെയ്യുന്നത്. തുടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ മടൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് തുടുപ്പെന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്കത് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടുന്നു. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ പറഞ്ഞ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ആ തേങ്ങ നമ്മൾ അരച്ചത് കപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കണം.
നമ്മൾ കപ്പയ്ക്ക് വേണ്ടി കടുക് വറക്കുകയാണ്. ഞാനൊരു ചെറിയ തവിക്കകത്ത് കുറച്ച് കരിയാപ്പില, ചെറിയ ഉള്ളി, കടുക് എടുത്തിട്ട് നല്ലതായിട്ട് കടുക് പൊട്ടുമ്പോൾ, കടുക് പൊട്ടിയിട്ടുണ്ട്, നമ്മൾ കപ്പയ്ക്കുള്ളിലേക്ക് എന്നിട്ട് നല്ലതായിട്ട് ഇളക്കുക. അപ്പം നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ റെഡിയാണ്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കപ്പയും മീൻകറിയും റെഡിയാണ്. നമ്മൾ ചട്ടിക്കകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കപ്പയ്ക്കുള്ളിലേക്ക് നമ്മൾ കുറച്ച് കരിയാപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ അവസാനം ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്. താങ്ക് യു. അനൂസ് കിച്ചൻ. You right now, please take me like bomb. Heart gon' speed so cold, splash on my plate. Wanna get you 당장.